കർത്താവിൽ പ്രിയരെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലെ ഒരു ആലോചന പറഞ്ഞു തരാൻ വേണ്ടി വന്നതാട്ടോ. ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പറയാം. കർത്താവിന് വേണ്ടത് എന്താണെന്നറിയോ? അബ്രഹാമിനെയാണ് കർത്താവിന് വേണ്ടത്. യേശുവിന് വേണ്ടത് ആരെയാണ്? യേശു എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ജീസസ്. യേശുവാണ് ദൈവം. പക്ഷേ ദൈവത്തിന് വേണ്ടത് ആരെയാണ്? അബ്രഹാമിനെയാണ്. അബ്രഹാമിൻ്റെ മകനാണ് ആര്? ഇസഹാക്ക്, ജീസസ്. ഹല്ലേലൂയ. ഒരു മിനിറ്റ്, ഒരു ഉറുമ്പ് പിടിച്ച്. ജീസസ്, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? അബ്രഹാമിന് വേണ്ടത് ഇസഹാക്കിനെയാണ് കേട്ടോ. അതാണ് ഇപ്പം നമ്മൾ ആ ബൈബിൾ ഭാഗം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്താ മനസ്സിലാവുന്നത്? അബ്രഹാമിൻ്റെ മകനെയും കൊണ്ട് അബ്രഹാം പോവുകയാണ് അല്ലേ? എന്തിന്? ബലി കൊടുക്കാനല്ല. അന്നത്തെ രീതിക്ക് ബലിയായിരുന്നല്ലേ, മകനെ ബലി കൊടുക്കാം. പക്ഷേ മകൻ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? അപ്പ എവിടെയാണ്? മൃഗം എവിടെയെന്ന് ചോദിക്കുന്നുണ്ടല്ലേ. പക്ഷെ കർത്താവ് ആ സമയത്ത് അത്രയും താമസിച്ചാണ് ആ മകനെ കൊടുത്തത്, അബ്രഹാമിന് മകനെ കൊടുത്തത്. അത് ദൈവം ഒരു കാര്യം നമ്മുടെ ലൈഫിൽ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് വിശ്വസിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം. കർത്താവിന് വേണ്ടത് അബ്രഹാമിനെയാണ്. കർത്താവിന് വേണ്ടത് ഒരു മറിയയാണെന്ന് കർത്താവിനോട് പറയുന്നു. ഇന്നത്തെ ദൂത് അതാണ്. നിങ്ങൾ മറിയാവാൻ തയ്യാറാണോ? നിങ്ങൾ അബ്രഹാം ആവാൻ തയ്യാറാണോ? നിങ്ങൾ രക്ഷപ്പെടും. ഉറപ്പായിട്ട് നിങ്ങൾ രക്ഷപ്പെടും. ഉറപ്പായിട്ട് രക്ഷപ്പെടും. നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് വേണം. നിങ്ങൾ പറയണം, കർത്താവേ, ഞാനാണ് അബ്രഹാം, ഞാനാണ് മറിയ, ജീസസ്. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വാഴുന്നുണ്ട്, ജീസസ്. നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഞാൻ നിങ്ങൾ വിജയിക്കുന്ന ആലോചനകളും ദൂതുകളുമായി ഞാൻ വരുന്നുണ്ട്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ മെയിൻ ഒരു കാരണമുണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കൊരു വിടുതലുണ്ടെന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു പാസ്റ്റർ ആയിക്കോട്ടെ, ഒരു ബ്രദർ ആയിക്കോട്ടെ, ഒരു പ്രവാചകനായിക്കോട്ടെ. ഞാനൊക്കെ പ്രവചിക്കുകയോ ചെയ്യുക, ജീസസ്. ഞാൻ പ്രവചിച്ച എല്ലാ കാര്യങ്ങളും പ്രവചിക്കും. ഒരു മനുഷ്യരെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ കിട്ടി, ഞാൻ എല്ലാം പ്രവചിക്കും. അവർ കരയാറുണ്ട്. അയ്യോ ബ്രദർ പറഞ്ഞത് എല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞ് കരയും. അത് എത്ര വലിയ കഞ്ചാവടിയനാണെങ്കിലും ശരി. ഹല്ലേലൂയ. അവൻ്റെ ലൈഫ് മുഴുവൻ ഞാൻ പറയും. അപ്പോൾ അവരെ നിങ്ങൾ വിശ്വസിക്കണം. അവരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിങ്ങൾ